ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചത്ത പച്ച. ഈ ഒരു ചിത്രത്തിലൂടെ ഒരു നവാഗതനായ സംവിധായകനെ മലയാളത്തിന് ലഭിക്കുകയാണ്. സിനിമയുടെ പ്രിവ്യൂ ഷോകൾ ഇന്നലെ ദുബായിൽ നടന്നു. ആദ്യം തന്നെ നമ്മൾ ആ ഒരു പ്രിവ്യൂ റിപ്പോർട്ടുകൾ ഇട്ടു. ഇപ്പോൾ കൂടുതൽ പ്രിവ്യൂ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഹിന്ദി റിവ്യൂവേഴ്സിൽ നിന്ന് വരെയുള്ള ആ റിവ്യൂ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ചിലർ വന്ന് പറയുന്നുണ്ട് സിനിമ തുടങ്ങിയിട്ടില്ലല്ലോടാ, അതിന് മുമ്പേ റിവ്യൂ ഇട്ട് നിറയ്ക്കണോ എന്നുള്ളത്. ഇത് പ്രിവ്യൂ ഷോ നടത്തിയിരുന്നു സുഹൃത്തെ, അത് പലർക്കും അറിയാം. ഒരുപക്ഷെ താങ്കൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കമൻറ്റ് ഇട്ടവർക്കുമൊക്കെ ഇപ്പോൾ അറിയാമായിരിക്കും. ചത്തപ്പച്ച റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തീ പടർത്തി വമ്പൻ ചർച്ചയായി മാറുകയാണ് ചത്ത പച്ച എന്ന ചിത്രം. മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോകുമ്പോൾ അറിയാം. എന്താണെങ്കിലും പ്രീമിയറിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു 2026 ജനുവരി 22 ഈ സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇന്നും ഈ സിനിമയ്ക്ക് അത്രത്തോളം ട്രെൻഡിങ് ആണ് ട്വിറ്ററിൽ എന്ന് തന്നെ പറയാം. പ്രീമിയർ ഷോ കണ്ട പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും രസകരവും ദൃശ്യപരമായി മനോഹരവുമായ ആക്ഷൻ കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്നുള്ളത്. പലരും ഇതിനെ അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ പറയുന്നു. അതിനകത്തിൽ തന്നെ ഒരു പുതിയ വാക്ക് നമുക്ക് വീണ് കിട്ടുകയാണ്, പോപ്കോൺ എൻ്റർടൈനർ എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ക്യാമിയോ റോളിനെ കുറിച്ചാണ് ഏറ്റവും ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു സിനിമ ഇത്ര ശ്രദ്ധയാകർഷിച്ചതും മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയായിരിക്കും. ചിത്രത്തിൽ വാൾട്ടർ എന്ന കഥാപാത്രമായി എത്തുന്ന മമ്മൂട്ടി ഒറ്റ കാരണം കൊണ്ട് തന്നെ സിനിമ ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ഡയലോഗ് ഡെലിവറിയും എന്നിവ ചേർന്ന് സിനിമയുടെ മുഴുവൻ മൂഡ് തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറിയ പങ്കു പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മമ്മൂട്ടിയുടെ എൻട്രി തന്നെ കൊടൂരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമായി മാറുന്ന പല ട്വീറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. സംവിധായകൻ അദ്വൈത് നായർ മമ്മൂട്ടിയുടെ ക്യാമിയോ കഥയിലെ ഏറ്റവും മികച്ച സ്മാർട്ടായ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഏറെയും പ്രേക്ഷകരുടെ ആ ഒരു റിവ്യൂവിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. കഥയും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചത്ത പച്ച ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ്. വേഗമേറിയ കഥാപ്രവാഹവും തകർപ്പൻ ആക്ഷൻ സീക്വൻസുകളും ലഘുവായ ഹാസ്യവും എന്നതാണ് ഈ ഒരു സിനിമയുടെ മുഖമുദ്ര എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. അത്രത്തോളം മികച്ച രീതിയിൽ തന്നെ കഥ അത്ര സങ്കീർണമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഈ ഒരു ചിത്രം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോഡേൺ ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി ഉയർന്നു നിൽക്കുന്നത് സിനിമാറ്റോഗ്രഫിയുമാണ് എന്നുള്ളതാണ് നമുക്ക് റിവ്യൂകളിൽ കൂടുതലും ലഭിക്കുന്നത്. മലയാള സിനിമയിൽ അപൂർവമായി മാത്രം കാണുന്ന ചില ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. താരനിരയുടെ ശക്തമായ പ്രകടനവും സിനിമയിലുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ തുടങ്ങിയവർ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസൻസും മികച്ച പ്രകടനവും അവരുടെ കെമിസ്ട്രിയും 3 പേരുടെയും കെമിസ്ട്രി പ്രേക്ഷകരെ ഏറെ ഇഷ്ടപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുകളിലെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ദൃശ്യങ്ങളുമാണ് മറ്റൊരു പ്രധാന ഘടകമായി പറയുന്നത്. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം പ്രേക്ഷകരെ രോമാഞ്ചത്തിലാഴ്ത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മജീദ് ഒരുക്കിയ BGM പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിൽ വലിയ ശക്തി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ദൃശ്യങ്ങളുടെ കാര്യത്തിൽ ചത്ത പച്ച നിർമ്മാതാക്കളുടെ ടെക്നിക്കൽ ക്വാളിറ്റിക്ക് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഇളകി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആക്ഷൻ, കോമഡി, സ്റ്റൈൽ, സർപ്രൈസ് എന്നിവയുടെ പൂർണ്ണ ബാലൻസ് ഉള്ള ഒരു ചിത്രം നിങ്ങളെ തേടി എത്തുകയാണെങ്കിൽ അത് ചത്ത പച്ച തന്നെ ആയിരിക്കുമെന്നുള്ളതും അത് നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പ്രതികരണങ്ങളിൽ. മമ്മൂട്ടിയുടെ ക്യാമിയോയാണ് ചിത്രത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ചിത്രത്തെ തുറന്ന മനസ്സോട് സ്വീകരിച്ചു എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇതിന് മുകളിലേക്കുള്ള ആ ഒരു റിവ്യൂ വരികയാണെങ്കിൽ തീർച്ചയായും സിനിമ അടുത്ത 100 കോടി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മലയാളത്തിൽ നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ അല്ലെങ്കിൽ 2-3 വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ ചില ക്യാമിയോ റോളുകൾ എത്രത്തോളം ലിവറേജ് നൽകി ഓരോ സിനിമയെയും രക്ഷപ്പെടുത്തിയതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഓസ്ലർ ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത ചിത്രമാണ്, അതിനുശേഷം വന്ന ചിത്രമാണെങ്കിലുമൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വിധി എഴുതാം. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരുന്നു അഭിപ്രായങ്ങൾ, അതുമായി വരാം. എന്താണെങ്കിലും പ്രിവ്യൂ ഷോയിൽ തകർപ്പൻ സംഭവമായി തന്നെയാണ് സിനിമയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരിക്കൽ കൂടെ പ്രതീക്ഷ അർപ്പിക്കുന്നു നിങ്ങളിൽ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേഗമേറിയ ആഗ്രഹവും.